സീക്വൻസസ് ആൻഡ് സീരീസിലെ എക്സസൈസ് 9.3യിലുള്ള കുറേ കൂടുതൽ ക്വസ്റ്റ്യൻസും അതുപോലെ സ്പെഷ്യൽ സീരീസിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്ന ഫോർമുലയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. അത് ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. എക്സസൈസ് 9.3യിലുള്ള അടുത്തൊരു ചോദ്യം: If the pth, qth and rth terms of a GP are a, b and c respectively, prove that a raised to pq minus r into b raised to r minus p into c raised to p minus q equal to 1. ഇവിടെ ജി പിയുടെ പീത്ത് ക്യൂത്ത് ആർത്ത് ടേംസ് തന്നിട്ടുണ്ട്. എ, ബി ആൻഡ് സി റെസ്പെക്റ്റീവ്ലി തന്നിട്ടുണ്ട്. ഒരു ഇക്വേഷൻ പ്രൂവ് ചെയ്യാനാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ആ ജി പിയിൽ ഫസ്റ്റ് ടേമിനെ നമ്മൾ സാധാരണ ഗതിയിൽ എ എന്നാണ് എടുക്കാറ്, സ്മോൾ ലെറ്റർ എ. കോമൺ റേഷ്യോ സ്മോൾ ലെറ്റർ ആർ എന്നാണ് നമ്മൾ ഉപയോഗിക്കാറ്. പക്ഷേ ഇവിടെ ഈ എയും ആറും ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ജി പിയുടെ ഫസ്റ്റ് ടേമിനെ ക്യാപിറ്റൽ എ നമുക്ക് എടുക്കാം. ഫസ്റ്റ് ടേം ക്യാപിറ്റൽ എ എന്നും കോമൺ റേഷ്യോനെ ക്യാപിറ്റൽ ആർ എന്നും എടുത്താൽ രണ്ടും കൂടി രണ്ട് ലെറ്റേഴ്സും കൂടി നമുക്കൊന്ന് കൺഫ്യൂഷൻ ആകാതെ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ടേമിനെ എ എന്ന് എടുക്കുന്നു. ലെറ്റ് എ ബി ദി ലെറ്റ് ക്യാപിറ്റൽ എ ബി ദി ഫസ്റ്റ് ടേം ആൻഡ് ക്യാപിറ്റൽ ആർ ബി ദി കോമൺ റേഷ്യോ. കോമൺ റേഷ്യോയെ നമുക്ക് ക്യാപിറ്റൽ ആർ എന്നും എടുക്കാം. അങ്ങനെയാണെങ്കിൽ പീത്ത് ടേമിനെ, അതായത് എ പി എ, നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ എ, ഫസ്റ്റ് ടേം ക്യാപിറ്റൽ എ ആണ്, ക്യാപിറ്റൽ എ ഇൻറ്റു ആർ റേസ് ടു പി മൈനസ് 1 എന്ന് എഴുതാം. അതുപോലെ എ ക്യൂത്ത് ടേമിനെ നമുക്ക് ക്യാപിറ്റൽ എ ആർ റേസ് ടു ക്യൂ മൈനസ് 1 എന്ന് എഴുതാം. ദെൻ ആർത്ത് ടേമിനെ എ ആറിനെ ക്യാപിറ്റൽ എ ആർ റേസ് ടു ആർ മൈനസ് 1 എന്ന് എഴുതാം. ഇനി എ റേസ് ടു ക്യൂ മൈനസ് ആർ, ഈ എ പി എന്ന് പറയുന്നത് എ ആണ്. ദഫോർ എ ആർ റേസ് ടു പി മൈനസ് 1 ആണ് സ്മോൾ ലെറ്റർ എ. ദെൻ എ ആർ റേസ് ടു ക്യൂ മൈനസ് 1 ആണ് ബി. എ ആർ റേസ് ടു ആർ മൈനസ് 1 ആണ് സി. ഇനി നമുക്ക് എ റേസ് ടു ക്യൂ മൈനസ് ആർ വേണം. ദഫോർ എ റേസ് ടു ക്യൂ മൈനസ് ആർ. എ എന്ന് പറഞ്ഞാൽ പീത്ത് ടേം ആണ്. ദഫോർ എ ആർ റേസ് ടു പി മൈനസ് 1 ഓൾ റേസ് ടു ക്യൂ മൈനസ് ആർ. ദെൻ ബി റേസ് ടു ആർ മൈനസ് ക്യൂ മൈനസ് ആർ, ബി റേസ് ടു ആർ മൈനസ് പി. ബി റേസ് ടു ആർ മൈനസ് പി ഈക്വൽ ടു എ ഇൻറ്റു ആർ റേസ് ടു ക്യൂ മൈനസ് 1 all raised to r minus p. Then c raised to p minus q, that is equal to a into r raised to r minus 1 all raised to p minus q. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യത്തേന് നമുക്ക് a into a raised to q minus r, then r raised to p minus 1 into q minus r എന്ന് എഴുതാം. അതേപോലെ രണ്ടാമത്തതിനെ എ റേസ് ടു ആർ മൈനസ് പി ക്യാപിറ്റൽ ആർ റേസ് ടു ക്യൂ മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് പി. ഇത് ലോ ഓഫ് എക്സ്പോണൻസ് ഉപയോഗിച്ച് നമ്മൾ എഴുതുന്നതാണ്. ആർ മൈനസ് പി എന്ന് എഴുതാം. ഇനി മൂന്നാമത്തെ സി റേസ് ടു പി മൈനസ് ക്യൂവിനെ എ റേസ് ടു, ഇവിടെ എയുടെ പവർ എ റേസ് ടു പി മൈനസ് ക്യൂ. ദഫോർ എ റേസ് ടു പി മൈനസ് ക്യൂ ക്യാപിറ്റൽ ആർ റേസ് ടു ആർ മൈനസ് 1 ഇൻറ്റു പി മൈനസ് ക്യൂ. നമ്മൾ ലോ ഓഫ് എക്സ്പോണൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചത്. അതായത് എ ആർ റേസ് ടു പി മൈനസ് 1 ഓൾ റേസ് ടു ക്യൂ മൈനസ് ആർ. അപ്പോൾ എക്ക് ക്യൂ മൈനസ് ആർ പവർ കൊടുക്കണം, ആർ റേസ് ടു പി മൈനസ് 1നും കൊടുക്കണം. അപ്പം ഈ പവർ ഈ എക്സ്പോണൻറ്റ് രണ്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതണം. ഇങ്ങനെയാണ് വരുന്നത്. ഇത് മൂന്നും കൂടി ഇനി മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ എടുക്കുന്നത് എ റേസ് ടു q minus r into b raised to r minus p into c raised to p minus q equal to,
ഇത് മൂന്നും കൂടി നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിൽ അടുത്തൊരു പേജിൽ നമുക്ക് എഴുതാം, അതിൻ്റെ റൈറ്റ് സൈഡ് അടുത്തൊരു പേജിൽ എഴുതാം. അടുത്തൊരു പേജിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു എയുടെ പവർ മാത്രം നമുക്കൊന്ന് നോക്കാം. എയുടെ പവർ എങ്ങനെയൊക്കെ വരും? എയുടെ പവർ നമ്മളെല്ലാം കൂടി കൂട്ടണം അല്ലേ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യൂ മൈനസ് ആർ പ്ലസ് ആർ മൈനസ് പി പ്ലസ് പി മൈനസ് ക്യൂ. അപ്പോൾ എയുടെ പവർ ക്യൂ മൈനസ് ആർ പ്ലസ് ആർ മൈനസ് പി പ്ലസ് പി മൈനസ് ക്യൂ. ഇനി ആറിൻ്റെ പവറാണ് വേണ്ടത്. ആറിൻ്റെ പവർ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ആറിൻ്റെ പവർ പി മൈനസ് 1 ഇൻറ്റു ക്യൂ മൈനസ് ആർ, ക്യൂ മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് പി പ്ലസ് ആർ മൈനസ് 1 ഇൻറ്റു പി മൈനസ് ക്യൂ. നമുക്കതിനെ ഇങ്ങനെ എഴുതാം, പി മൈനസ് 1 ഇൻറ്റു ക്യൂ മൈനസ് ആർ പ്ലസ് ആർ മൈനസ് 1 ഇൻറ്റു ക്യൂ മൈനസ് 1 അല്ലേ വരിക. രണ്ടാമത്തത് ക്യൂ മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് പി പ്ലസ് ആർ മൈനസ് 1 ഇൻറ്റു പി മൈനസ് ക്യൂ. ഇത് മൊത്തത്തിൽ നമുക്ക് ആറിൻ്റെ പവറായിട്ട് വരും, ആറിൻ്റെ എക്സ്പൊണൻ്റിൽ. ദാറ്റ് ഇസ് ഈക്വൽ ടു എയുടെ പവറിൽ നോക്കുക, മൈനസ് ആർ പ്ലസ് ആർ ഗെറ്റ് ക്യാൻസൽ, മൈനസ് പി പ്ലസ് പി ഗെറ്റ് ക്യാൻസൽ, പ്ലസ് ക്യൂ മൈനസ് ക്യൂ ഗെറ്റ് ക്യാൻസൽ. അപ്പോൾ എ റേസ് ടു 0. ഇനി ആറിൻ്റെ പവറിലുള്ളത് നമുക്കൊന്ന് എഴുതാം. ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്യുക. പി ഇൻറ്റു ക്യൂ മൈനസ് പി ഇൻറ്റു ആർ മൈനസ് ക്യൂ പ്ലസ് ആർ. ഒന്നാമത്തെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്തു. രണ്ടാമത്തെ ബ്രാക്കറ്റ് ക്യൂ മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് പി ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ക്യൂ ആർ മൈനസ് ക്യൂ പി മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് 1 ഇൻറ്റു മൈനസ് പി പ്ലസ് ആർ. ഇനി അടുത്ത ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ആർ ഇൻറ്റു പി ആർ പി മൈനസ് ആർ ക്യൂ മൈനസ് പി പ്ലസ് ക്യൂ. ഇനി അതും നമുക്ക് നോക്കാം, പ്ലസ്സും മൈനസും ആയിട്ടെല്ലാം ക്യാൻസലായി പോകും. പി ക്യൂ മൈനസ് ക്യൂ പി മൈനസ് പി ആർ പ്ലസ് ആർ പി മൈനസ് ക്യൂ പ്ലസ് ക്യൂ പ്ലസ് ആർ മൈനസ് ആർ. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിൽ ക്യൂ ആർ, രണ്ടാമത്തെ പ്രൊഡക്റ്റിൽ ഇവിടെ നമുക്ക് എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ക്യൂ ആർ മൈനസ് പി ക്യൂ പി മൈനസ് ആർ പ്ലസ് പി ആണ് വേണ്ടത് അല്ലേ. മൈനസ് ആർ പ്ലസ് പി എന്നാണ് ഇവിടെ വേണ്ടത്, മൈനസ് ആർ പ്ലസ് പി. അപ്പോൾ ഇവിടെ മൈനസ് ആർ പ്ലസ് പി കറക്റ്റായി. ഇനി നമുക്കിത് ക്യാൻസൽ ചെയ്യുമ്പോൾ പ്ലസ് പി മൈനസ് പി ഗെറ്റ് ക്യാൻസൽ, ക്യൂ ആർ മൈനസ് ആർ ക്യൂ ഗെറ്റ് ക്യാൻസൽ. ദഫോർ ഇറ്റ് ഈസ് ഈക്വൽ ടു എ റേസ് ടു 0 ആർ റേസ് ടു 0. ഏത് നമ്പറിൻ്റെയും പവർ 0 ആകുമ്പോൾ, എക്സ്പോണൻ്റ് 0 ആകുമ്പോൾ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ നമ്മുടെ വാല്യൂ 1 ആയിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. ഇഫ് ദി ഫസ്റ്റ് ആൻഡ് nth ടേം ഓഫ് എ ജി പി ആർ എ ആൻഡ് ബി. അപ്പോൾ ഫസ്റ്റ് ടേം A1 അല്ലേ, ഫസ്റ്റ് ടേം നമ്മൾ സാറിന് എഴുതുന്നത് A1 എന്നാണ്, അത് എ ആയിട്ട് എടുക്കുന്നു. ആൻഡ് nth ടേമിനെ നമ്മൾ എ എന്നാണ് എടുക്കുക. എ എന്ന് എന്താണ്? ബി ആണ് റെസ്പെക്റ്റീവ്ലി. ആൻഡ് പി ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് n ടേംസ്. അപ്പോൾ പി എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് n ടേംസ് ആണ്. അതായത് A1 ഇൻറ്റു A2 ഇൻറ്റു A3 ഇൻറ്റു ഇങ്ങനെ AN വരെയുള്ള പ്രോഡക്റ്റിനെയാണ് നമ്മൾ പി എന്ന് പറയുന്നത്. അപ്പോൾ പീനെ നമുക്ക് ഇപ്പോൾ പി സ്ക്വയർ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? പി സ്ക്വയർ ഈക്വൽ ടു എ ബി ഓൾ റേസ് ടു n ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് പീനെ ഒന്നുകൂടി ഒന്ന് മാറ്റി എഴുതാം. ഫസ്റ്റ് ടേം എ ആണല്ലോ, സെക്കൻഡ് ടേം ബി ആണ്. അപ്പോൾ നമുക്ക് അതിൽ കോമൺ റേഷ്യോ നമുക്ക് 6 ആയിട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ടേം പീനെ നമുക്ക് പ്രൊഡക്റ്റിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് ടേം എ ആണ്, എ ഇൻറ്റു എ ആർ അല്ലേ, എ ആർ ഇൻറ്റു എ ആർ സ്ക്വയർ ഇൻറ്റു എ ആർ ക്യൂബ് ഇൻറ്റു എക്സെട്ര. nth ടേമിന് തൊട്ട് മുന്നേ എന്തായിരിക്കും? എ ആർ റേസ് ടു n മൈനസ് 2 ഇൻറ്റു എ ആർ റേസ് ടു n മൈനസ് 1. ഇനി ഈ പീനെ ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കുക. ഈ ചോദ്യം കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനുള്ളൊരു വഴിയാണ് ഞാൻ പറയുന്നത്. ഈ പിയെ ഞാൻ ഒന്നുകൂടി എഴുതുന്നു.
പി സ്ക്വയറല്ലേ വേണ്ട. അപ്പോൾ പീനെ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിയെ ഞാൻ ഒന്നുകൂടി എഴുതുന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ nth ടേം ബി ആണല്ലോ. അപ്പോൾ ഈ nth ടേമിന് പകരം ഞാൻ nth ടേമിന് പകരം ബി എന്ന് എഴുതുന്നു. എന്നിട്ട് ഞാൻ രണ്ടാമതും എഴുതുന്ന ഈ പ്രോഡക്റ്റിനെ ബിയിൽ നിന്ന് തുടങ്ങും. അപ്പോൾ ബി ഇവിടെ എഴുതാം. AR⁻n−2 അല്ലേ. ഇതിന് തൊട്ട് മുന്നത്തെ ടേം ഏതായിരിക്കും? ഇതിന് തൊട്ട് മുന്നത്തെ ടേം, ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള ടേം ഏതായിരിക്കും? AR⁻n−3. അതായിരിക്കും ഇവിടെ മൂന്നാമത് വരിക. അപ്പോൾ AR⁻n−3. ആ പ്രൊഡക്റ്റിനെ ഞാൻ ബാക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എഴുതുന്നു. അപ്പോൾ എക്സെട്ര വരുമ്പോൾ നമുക്ക് ഈ AR വരും, പിന്നെ A വരും അല്ലേ. ഇങ്ങനെയല്ലേ വരിക. ഇനി നമുക്ക് പീനെ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഈ റോനെ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ ഈ പ്രൊഡക്റ്റ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും പി ഇൻറ്റു പി എന്ത് കിട്ടും? പി സ്ക്വയർ കിട്ടും. അപ്പോൾ അടുത്ത പേജിൽ നമുക്കൊന്ന് എഴുതാം. പി സ്ക്വയർ, പി ഇൻറ്റു പി ഈക്വൽ ടു പി സ്ക്വയർ ഈക്വൽ ടു, എല്ലാത്തിലും ശ്രദ്ധിക്കാം, എ ഇൻറ്റു ബി എന്ത് കിട്ടും? എ ബി അല്ലേ, ഒരു പ്രോഡക്റ്റ്. ഇനി അടുത്ത ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക നോക്കുക? എ ഇൻറ്റു എ സ്ക്വയർ അല്ലേ. എ ഇൻറ്റു AR⁻, കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആറിൻ്റെ പവർ n−1 ആവും, എയുടെ പവർ സ്ക്വയർ ആവും. അപ്പം നമുക്കതിനെ എഴുതുന്നൊന്ന് ശ്രദ്ധിക്കാം. വളരെ ശ്രദ്ധിച്ച് നമ്മളതിനെ നമുക്ക് കിട്ടേണ്ട ആൻസറിലേക്ക് വരുത്തിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. എ ഇൻറ്റു ബി ആദ്യത്തെ രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്തു. രണ്ടാമത്തെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എ ഇൻറ്റു ആറിൻ്റെ പവർ n−2 + 1, അപ്പോൾ n−1 ആയിട്ട് മാറും. അതുപോലെ അടുത്തതിലും അങ്ങനെ തന്നെ എ ഇൻറ്റു, നോക്കാം, അടുത്ത പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇത് രണ്ടും നമ്മളിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പോൾ എ ഇൻറ്റു AR⁻, r⁻n−2 ആറാവും, r−1 ആവും. അപ്പോൾ എ ഇൻറ്റു AR⁻n−1. അതേപോലെ ഇവിടെയും ഒരു എ അവിടെ വെക്കുക. എ ഇൻറ്റു ആറിൻ്റെ പവർ n−2 + n−3 + 2, അപ്പോൾ n−1 ആവും. അപ്പോൾ എ ഇൻറ്റു AR⁻n−1 തന്നെയാണ് അടുത്തതും വരിക. എ ഇൻറ്റു AR⁻n−1. ഇങ്ങനെ നമുക്ക് അവസാനം വരെയും ഇതുപോലത്തെ പ്രൊഡക്റ്റ് കിട്ടും. എ ഇൻറ്റു അവസാനത്തെ പ്രൊഡക്റ്റ് എ ഇൻറ്റു ബി ആയിരിക്കും. അതിന് തൊട്ട് മുന്നേ വരെ എ ഇൻറ്റു AR⁻n−1 മാറ്റി എഴുതാൻ പറ്റും. അതായത് എ ഇൻറ്റു ബി വീണ്ടും എ ഇൻറ്റു, നമുക്കറിയാം nth ടേം ബി ആണ് അല്ലേ. nth ടേമിൻ്റെ ഫോർമുലയല്ലേ ഇത്, AR⁻n−1. അപ്പോൾ അത് വീണ്ടും ബി ആയി, എ ഇൻറ്റു ബി, വീണ്ടും എ ഇൻറ്റു ബി, ഇങ്ങനെ ലാസ്റ്റ് വരെ എ ഇൻറ്റു ബി. എത്ര എ ഇൻറ്റു ബി ഉണ്ടാവും? n ടേംസിൻ്റെ പ്രോഡക്റ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ n ടൈംസ് എ ഇൻറ്റു ബി വരും. ദെർഫോർ എ ഇൻറ്റു ബി ഓൾ റേസ് ടു n. നമ്മുടെ ആൻസറിലേക്ക് വന്നു. ഇന്നിങ്ങനെ അറേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഉള്ള മെച്ചം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴുള്ള കൺഫ്യൂഷൻ നമുക്ക് ഒഴിവായി കിട്ടും. കൃത്യമായിട്ട് എ ബി എന്ന് പറയുന്ന ഓരോരോ ടേമായിട്ട് നമുക്ക് ഇതിനെ മാറ്റി എഴുതാൻ പറ്റും. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ അടുത്തൊരു ചോദ്യം. ഷോ ദാറ്റ് ദി റേഷ്യോ ഓഫ് ദി സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എ GP to the sum of terms from n+1 to 2n terms is 1/r⁻n. അതായത് ഒരു GPയുടെ ആദ്യത്തെ n ടേംസിൻ്റെ റേഷ്യോവും അടുത്ത n ടേംസ്, അതായത് n+1 മുതൽ 2n വരെയുള്ള n ടേംസിൻ്റെ റേഷ്യോവും എടുത്താൽ 1/r⁻n ആണ് കിട്ടുക. നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അവിടെ ആ GP നമുക്കിങ്ങനെ എടുക്കാം. അതായത് ആദ്യത്തെ 10 ടേം എന്ന് പറയുമ്പോൾ A1 A2 ഇങ്ങനെ 10 ടേം അല്ലേ, A10 വരെ. പിന്നെ അടുത്തതോ AN വരെയാണ്. അപ്പോൾ നമ്മളിവിടെ 10 അല്ല, ഇവിടെ n ആണ്. അപ്പോൾ n-നെ നമുക്ക് AN തന്നെ എഴുതാം. തൊട്ടപ്പുറത്തെ ടേം എന്ന് പറഞ്ഞാൽ AN+1 മുതൽ AN+2 ഇങ്ങനെ പോയിട്ട് A2n വരെ 10 അടുത്ത ടേം അല്ലേ. അപ്പം ആദ്യത്തെ n ടേംസും പിന്നെ അടുത്ത n ടേംസിൻ്റെയും സമ്മ് വെവ്വേറെ നമ്മൾക്ക് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സം എടുക്കാം, ഈ സമ്മ്. അപ്പോൾ ഈ സമ്മിനെ നമുക്ക് SN എന്ന് വിളിക്കാം അല്ലേ. അതായത് SN ഈക്വൽ ടു, ആ സമ്മിനെ നമ്മൾ ഫസ്റ്റ് ടേം അതിവിടെ A എന്ന് എടുക്കാം. കോമൺ റേഷ്യോ R എന്ന് എടുത്താൽ
എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 1 ആർ മൈനസ് 1 എടുക്കാം. ഇനി അടുത്ത ടേംസ് എന്ന് പറഞ്ഞാൽ എ എൻ പ്ലസ് 1 മുതൽ എ എൻ വരെയാണ്, എ ടു എൻ വരെയാണ്. അവിടെ ആദ്യത്തെ ടേം എ എൻ പ്ലസ് 1 ആണ്. എ എൻ പ്ലസ് 1ൻ്റെ ഫോർമുല എന്താണ്? ഫസ്റ്റ് ടേം എയും കോമൺ റേഷ്യോ ആറുമായാൽ എ എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എ ആർ റേസ് ടു എൻ ആണ്. അതുമുതൽ എ എൻ ടേംസ് 2n വരെയാകുമ്പോൾ എൻ ടേംസ് ആണ്. അപ്പോൾ അതിൻ്റെ സമ്മ് അതിനെ നമുക്ക് അടുത്ത സമ്മിനെ ഒന്നാമത്തെ സമ്മിനെ നമുക്ക് S1 എന്ന് വിളിക്കാം. അങ്ങനെയാണ് കൂടുതൽ എളുപ്പം ഉണ്ടാവുക. ഒന്നാമത്തെ സമ്മിനെ നമുക്ക് S1 എന്ന് വിളിക്കാം. നമുക്ക് ഡിനോട്ട് ചെയ്യാൻ എളുപ്പം അതാണ്. രണ്ടാമത്തെ സമ്മിനെ S2 എന്ന് വിളിക്കാം. S2 എഴുതുമ്പോൾ ഫസ്റ്റ് ടേമായിട്ട് ആരാ വരിക? S2ൽ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ n+1 ടേമാണ്, n+1th ടേം. നമ്പർ ഓഫ് ടേംസ് n തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ടേം ഇതായിട്ട് ഒരു പുതിയ GP ആയിട്ട് കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് ടേം എ ആർ റേസ് ടു എൻ ആണ്. അപ്പോൾ അതിനെ നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് എക്ക് പകരം എ ആർ റേസ് ടു എൻ എടുക്കാം. കോമൺ റേഷ്യോ സെയിം ആണ്, അപ്പോൾ ആർ. നമ്പർ ഓഫ് ടേംസ് സെയിം ആണ്, അപ്പോൾ എന്നെ -1 ആർ മൈനസ് 1 ഇങ്ങനെ ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ സമ്മിതാണ്, ഒന്നാമത്തെ സമ്മിതും. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ വേണ്ട അല്ലേ? ഫസ്റ്റ് സമ്മിൽ നിന്ന് നമുക്കിതിനെ റേഷ്യോ എടുക്കണം. അപ്പോൾ ഡിവൈഡ് ചെയ്യണം. S1/S2 എടുക്കാം. ദഫോ S1/S2 ഈക്വൽ ടു എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 1 ആർ മൈനസ് 1 ആദ്യത്തെ സമ്മ്. അടുത്ത n ടേംസിനെ നമ്മൾ പുതിയൊരു സീക്വൻസ് ആയിട്ട് എടുക്കുമ്പോൾ എ ആർ റേസ് ടു എൻ ഫസ്റ്റ് ടേം, കോമൺ റേഷ്യോ -1 ആർ മൈനസ് 1. ഇവിടെ ക്യാൻസലായി പോകും, എയും എയും ക്യാൻസലായി പോകും. ആർ മൈനസ് 1 ക്യാൻസലാവും. ആർ റേസ് ടു എൻ -1 ഇത് ക്യാൻസലാവും. പിന്നെയുള്ളത് എന്താ ബാക്കിയുള്ളത്? മേലെ ഒന്നും ബാക്കിയില്ല, അപ്പോൾ 1 താഴെ ബാക്കിയുള്ളത് ആർ റേസ് ടു എൻ ആണ്. 1 ആർ റേസ് ടു എൻ എന്ന് എടുക്കാം. ഇതാണ് റേഷ്യോ. അപ്പോൾ S1/S2 എന്ത് കിട്ടി? 1 ആർ റേസ് ടു എൻ എടുക്കാം. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. ഇൻസേർട്ട് 2 നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 81. 3ക്കും 81നും ഇടയിൽ 2 നമ്പറിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം അല്ലേ? എങ്ങനെയുള്ള നമ്പേഴ്സാണ് വേണ്ടത്? സോ ദാറ്റ് ദിസ് റിസൾട്ടിങ് സീക്വൻസ് ഇസ് എ GP. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീക്വൻസ് എന്തായിരിക്കണം? ഒരു GP ആയിരിക്കണം. അപ്പോൾ GP ആവുമ്പോൾ ഈ 81 എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആയിരിക്കും? ഇത് ഫസ്റ്റ് ടേം അല്ലേ? സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം. അപ്പോൾ ഫോർത്ത് ടേമിൻ്റെ ഫോർമുല നമുക്ക് എഴുതാം. ഫോർത്ത് ടേം അതായത് A4 ആണ് 81. A4ൻ്റെ ഫോർമുല കൊടുക്കുമ്പോൾ എ ഇൻറ്റു ആർ റേസ് ടു 3 ഈക്വൽ ടു 81. എ എത്രയാണ്? 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു ആർ ക്യൂബ് ഈക്വൽ ടു 81. ദഫോ ആർ ക്യൂബ് ഈക്വൽ ടു 81/3 ഇസ് ഈക്വൽ ടു 27. ദഫോ ആർ ഈക്വൽ ടു എന്തായിരിക്കും? 3. 27ൻ്റെ ക്യൂബ് റൂട്ട് 3 ആണ്. അപ്പോൾ നമുക്ക് സീക്വൻസ് എഴുതാമല്ലോ. എങ്ങനെ സീക്വൻസ് എഴുതാം? ദർഫോർ ദി സീക്വൻസ് ഈസ് 3, 3 × 3 9, 9 × 3 27, 27 × 3 81. അപ്പോൾ 2 നമ്പറിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. 3ക്കും 81നും ഇടയിൽ ആരൊക്കെയാണ്? 9, 27 2 നമ്പറിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ദി നമ്പർ ഓഫ് ബാക്ടീരിയ ഇൻ എ certain culture doubles every year. If there were 30 bacteria present in the culture originally, how many bacteria will be present at the end of 2nd hour, 4th hour and nth hour? അപ്പോൾ ഇവിടെ ഫസ്റ്റ് 0 ആണ്. അപ്പോൾ 0 ഹവറിൽ നമുക്ക് 30 ബാക്ടീരിയ ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു 1 hour കഴിയുമ്പോഴാണ് അതിൻ്റെ സെക്കൻഡ് ടേം വരിക. സെക്കൻഡ് ടേം ഏതായിരിക്കും? ഡബിൾ ആകുന്നു, അപ്പോൾ 60 ആയിരിക്കും. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് 1 hour കഴിയുമ്പോൾ ഇവിടെ എത്തുക. 2 hour കഴിയുമ്പോൾ തേർഡ് ടേമാണ് വരിക. അപ്പം സെക്കൻഡ് hour കഴിയുമ്പോൾ നമുക്കിതിൽ ഏത് ടേമായിരിക്കും വരിക? സെക്കൻഡ് hour കഴിയുമ്പോൾ തേർഡ് ടേമാണ് നമുക്ക് എടുക്കേണ്ടത്. സെക്കൻഡ് hour കഴിയുമ്പോൾ തേർഡ് ടേം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു GP ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ GP ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടേമിനെ നമുക്ക്
എ എന്ന് പറയുന്ന ഫസ്റ്റ് ടേമിനെ നമുക്ക് 30 ആയിട്ട് എടുക്കാം. കോമൺ റേഷ്യോനെ 2 ആയിട്ട് എടുക്കാം. ഡബിൾ ചെയ്യുന്നത് കൊണ്ട് കോമൺ റേഷ്യോ 2 ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് കാണേണ്ടത് അറ്റ് ദി എൻഡ് ഓഫ് സെക്കൻഡ് അവർ. അറ്റ് ദി എൻഡ് ഓഫ് സെക്കൻഡ് അവർ എന്ന് പറയും. ഫസ്റ്റ് അവർ കഴിയുമ്പോൾ സെക്കൻഡ് ടേമാണ് നമുക്കിതിൻ്റെ കിട്ടുക. അപ്പോൾ സെക്കൻഡ് അവർ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് തേർഡ് ടേമാണ്. ജി പിയുടെ തേർഡ് ടേം. ജി പിയുടെ തേർഡ് ടേം എന്ന് പറയുമ്പോൾ A3 ആണ്. A3യുടെ ഫോർമുല AR². അത് നമുക്ക് കണ്ടുപിടിക്കാം. AR² ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് 30, R² എന്ന് പറയുമ്പോൾ 2². ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 3 20, 120 ആയിരിക്കും ആഫ്റ്റർ 2 hours. അപ്പോൾ ആഫ്റ്റർ 4 hours ആഫ്റ്റർ 4 hours എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ടേം ആയിരിക്കും വേണ്ടി വരിക? 4 hours ഫിഫ്ത്ത് ടേം അല്ലേ? A5 വരിക. അപ്പോൾ ഫിഫ്ത്ത് ടേമിൽ A × R⁴ ആണ്. അപ്പോൾ 30 × R മീൻസ് 2⁴. therefore 16 × 30 that is equal to 408. ഇനി നമുക്ക് വേണ്ടത് nth അവറിൽ എന്തായിരിക്കും? nth അവർ ആഫ്റ്റർ n hours. nth അവറിൻ്റെ എൻഡിൽ എന്തായിരിക്കും? n+1 ആണ് നമുക്കവിടെ വേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു A × R⁴n. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 × R മീൻസ് 2⁴n. അപ്പോൾ n എത്രയാണ് നമുക്ക് തരാത്തതുകൊണ്ട് അതങ്ങനെ എഴുതിയാൽ മതി. 30 × 2⁴n ആണ് ഇതിൻ്റെ കറക്റ്റ് നമ്പറായിട്ട് വരുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് അറിത്മെറ്റിക് മീൻ ആൻഡ് ജോമെട്രിക് മീൻ ഓഫ് 2 പോസിറ്റീവ് നമ്പേഴ്സ് ആർ 10 and 8 റെസ്പെക്റ്റീവ്ലി, ഫൈൻഡ് ദി നമ്പേഴ്സ്. അപ്പം നമുക്ക് ആ നമ്പേഴ്സിനെ എയും ബിയും ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ലെറ്റ് എ ആൻഡ് ബി ബി ദി നമ്പേഴ്സ്. എയും ബി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അറിത്മെറ്റിക് മീനാണ് നമുക്ക് തന്നിട്ടുള്ളത് 10 ആണ്. ജോമെട്രിക് മീൻ തന്നിട്ടുണ്ട് 8 ആണ്. അറിത്മെറ്റിക് മീനിൻ്റെ ഫോർമുല നമുക്കുണ്ട് A+B/2 = 10 ആണ്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ A+B = 20 എന്ന് കിട്ടും. ഇനി ജോമെട്രിക് മീൻ എന്ന് പറയുമ്പോൾ ജോമെട്രിക് മീൻ ഈസ് ഈക്വൽ ടു 8 ആണ്. ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ √A × B ആണ് ജോമെട്രിക് മീൻ അല്ലേ? 8 കിട്ടും. അങ്ങനെയാകുമ്പോൾ AB² രണ്ട് ഭാഗത്തും 64 എന്ന് കിട്ടും. നമുക്കിപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഒന്ന് അറിത്മെറ്റിക് മീനിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ A+B = 20. മറ്റൊന്ന് ജോമെട്രിക് മീനിൽ നിന്ന് കിട്ടിയത് AB = 64. ഇത് രണ്ടും സോൾവ് ചെയ്തിട്ട് നമുക്ക് എയും ബിയും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് കുറച്ച് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ പറയാം. നമുക്കിവിടെ ബി എന്ന് പറയുന്ന സംഖ്യയെ ഈ ഇക്വേഷനിൽ നിന്ന് ബിയെ നമുക്ക് എങ്ങനെ എഴുതാം? 20 - A എന്ന് കൊടുക്കാം. അപ്പോൾ AB = 64ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ A × ബിക്ക് പകരം 20 - A = 64 എന്ന് കിട്ടും. അതായത് 20A - A² = 64. ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അത് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനാക്കി മാറ്റിയാൽ A² - 20A + 64 = 0 എന്ന് എഴുതാം. ഇതിന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഫോർമുല അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാം. 20 സമ്മ് -20യും പ്രൊഡക്റ്റ് 64ഉം കിട്ടുന്ന രണ്ട് നമ്പർ എടുക്കാം. -16ഉം -4ഉം എടുത്താൽ നമുക്കിതിനെ ഫാക്ടറൈസ് ചെയ്യാം. A - 16 × A - 4. അതിൻ്റെ പ്രൊഡക്റ്റ് എടുത്താൽ 64 കിട്ടും. സമ്മ് എടുക്കുമ്പോൾ -20 കിട്ടും. അപ്പം ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. A - 16 0ലേക്ക് കൊടുക്കുമ്പോൾ A = 16 വരും. അല്ലെങ്കിൽ A - 4 = 0, A = 4. അപ്പോൾ നമുക്ക് A കിട്ടി. ഇവൻ A = 16 ആകുമ്പോൾ B എന്തായിരിക്കും? 20 - 16. therefore B = 4. ഇനി A = 4 ആകുമ്പോൾ B = 16. അപ്പോൾ ഈ രണ്ട് സംഖ്യകളിൽ നമുക്കിങ്ങനെ ഏത് ഓർഡറിൽ വേണമെങ്കിലും എടുക്കാം. A = 4ഉം B = 16. ഏതെങ്കിലും ഓർഡറിൽ A4 B16 അല്ലെങ്കിൽ 4 16 15 4 ഈ ഒരു രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി
അടുത്ത ടോപ്പിക്ക് നമ്മൾ സ്പെഷ്യൽ സീരീസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സ്പെഷ്യൽ സീരീസ് എന്താണെന്ന് നോക്കാം. സം ടു n ടേംസ് ഓഫ് സ്പെഷ്യൽ സീരീസ്. അതായത് ചില സീരീസ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. 1 + 2 + 3 + എക്സെട്ര + n = n × n + 1/2. ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിലുള്ള ഒരു സീരീസാണിത് അല്ലേ. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് n × n + 1/2. ഇനി ഈ സ്ക്വയേഴ്സിൻ്റെ സമ്മ് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ പ്രൂവ് ചെയ്തതും കൂടിയാണ്. 1² + 2² + 3² + എക്സെട്ര + n². ദാറ്റ് ഈസ് n × n + 1 × 2n + 1/6. ഇനി ക്യൂബുകൾ 1³ 2³ അതിൻ്റെ സമ്മ്, അത് നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ആദ്യത്തെ സം ടു n ടേംസ് ഓഫ് ദി ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ്, അതിൻ്റെ സ്ക്വയറായിട്ട് നമുക്ക് ഓർത്ത് വെക്കാം. ആദ്യത്തെ റിസൾട്ടിൻ്റെ സ്ക്വയറാണ് ഇവിടെ വരുന്നത്. ഈ മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീരീസാണ്. ഈ റിസൾട്ടുകൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഇത് കാണാതെ നമുക്കറിയണം, എന്നാൽ അടുത്ത പ്രോബ്ലംസ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഈ സീക്വൻസ്, ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീരീസിനെ നമ്മൾ ഷോർട്ടാക്കി കാണിക്കാൻ വേണ്ടി സിഗ്മ നൊട്ടേഷൻ ഉപയോഗിക്കുന്നു. സിഗ്മ നൊട്ടേഷനിൽ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്. സിഗ്മ സമ്മിനെ കാണിക്കാൻ വേണ്ടി കൊടുക്കുന്നു. അപ്പോൾ കെൻ്റെ വാല്യൂ നമ്മൾ 1 എന്ന് കൊടുക്കുമ്പോൾ 1, സിഗ്മ ആയതുകൊണ്ട് പ്ലസ്, സെക്കൻഡ് നമ്പർ 2 + 3 + എക്സെട്ര + n, അത് n × n + 1/2. അപ്പോൾ ഈ ഷോർട്ട് ഫോം നന്നായിട്ട് ഓർത്ത് വെക്കുക. സിഗ്മ കെ എന്ന് പറയുമ്പം n × n + 1/2. സിഗ്മ k² ആകുമ്പോൾ സ്ക്വയേഴ്സിൻ്റെ സമ്മാണ്. k³ എന്ന് വരുമ്പോൾ ക്യൂബുകളുടെ സമ്മാണ്. അപ്പോൾ ഈ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഇത് ഉപയോഗിക്കുന്ന ചോദ്യങ്ങളാണ് നമുക്കിനി അടുത്ത ഭാഗത്ത് പഠിക്കാനുള്ളത്. സം ഓഫ് സ്പെഷ്യൽ സീരീസിൻ്റെ ഫോർമുലകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ അടുത്തായി ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സം ടു n ടേംസ് ഓഫ് ദി സീരീസ് 1 × 2, 2 + 2 × 3 + 3 × 4 + 4 × 5 + എക്സെട്ര. ഇതിൽ ഈ സമ്മിനെ ആദ്യം നമ്മൾ nth ടേം കണ്ടുപിടിക്കുക. ഇതിൻ്റെ nth ടേം, n ടേം വരെയുള്ള സമ്മാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ nth ടേം എന്ന് കണ്ടുപിടിക്കുന്നു. nth ടേം an കണ്ടുപിടിക്കുന്നു. an = n × n + 1. അതായത് തൊട്ടടുത്ത നമ്മളിവിടെ പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കുക. 1ഉം 2ഉം പിന്നെ 2ഉം 3ഉം. അപ്പോൾ nth ടേമിൽ n-ഉം തൊട്ടടുത്ത നമ്പർ n + 1ഉം മൾട്ടിപ്ലൈ ചെയ്ത ടേമാണ്. അപ്പോൾ സമ്മിൽ നമുക്ക് n × n + 1ൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സമ്മ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, Sn ആണ് നമ്മുടെ സമ്മ്. സം = സിഗ്മ, നമ്മൾ ഈ nth ടേം വരെയുള്ള ആ ഓരോ ടേമിൻ്റെയും സമ്മാണ് വേണ്ടത്. അപ്പോൾ സിഗ്മ AK, k = 1 to n ആണ് വേണ്ടത്. ഇനി നമുക്ക് ആ AK അവിടെ എഴുതി കൊടുക്കാം. സിഗ്മ k = 1 to n. AK എന്ന് പറയുമ്പോൾ an ആണ്, n × n + 1. അപ്പോൾ AK പറയുമ്പോൾ k × k + 1 എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ k² + k എന്ന് വരും. k² + k, k = 1 to n. ഇനി അതിൽ ഓരോന്നായിട്ട് സിഗ്മ കൊടുക്കാം. ഓരോന്നായി സിഗ്മ കൊടുക്കുമ്പോൾ സിഗ്മ k² ആദ്യത്തെ ടേം k² വരും. രണ്ടാമത്തതിൽ പ്ലസ് സിഗ്മ k എന്ന് വരും. അപ്പോൾ അവിടെ k = 1 to n ആണ്. നമ്മുടെ അപ്പോൾ സ്പെഷ്യൽ സീരീസിൻ്റെ ഫോർമുല ഇവിടെ കൊടുക്കുന്നു. സിഗ്മ k = 1 to n, k² നമ്മൾ പഠിച്ചത് n × n + 1 × 2n + 1/6 ആണ്. ഇവിടെ n × n + 1/2. ഇനി ഇതിൽ കോമൺ ആയിട്ട് രണ്ട് ടേമിലും 2 ടേമാണ്, പ്ലസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 ടേമുണ്ട്. അത് രണ്ടിലും കോമൺ ആയിട്ടുള്ള ടേം നമ്മൾ പുറത്തെടുക്കുമ്പോൾ n × n + 1/2 നമ്മൾ പുറത്തെടുക്കുന്നു. അപ്പോൾ വരുന്നത് 2n + 1/3 വരും, +1 വരും കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ. ഇനി ഈ ബ്രാക്കറ്റുള്ളതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു n × n + 1/2 പുറത്തിട്ടാൽ കോമൺ ആയിട്ട് 3 ഡിനോമിനേറ്റർ എടുക്കുമ്പോൾ 2n + 1 + 3.
ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2 2n പ്ലസ് 4/3. ഈ 2n പ്ലസ് 4ൽ നിന്ന് 2 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ കിട്ടുന്നത് n ഇൻറ്റു n പ്ലസ് 1 2n പ്ലസ് 4ൽ നിന്ന് 2 പുറത്തേക്ക് എടുക്കുമ്പോൾ 2 ഇൻറ്റു n പ്ലസ് 2 എന്ന് വരും ബൈ 2 ഇൻറ്റു 3. ഒരു 2 നമുക്ക് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൽ ക്യാൻസൽ ചെയ്താൽ ഇതിൻ്റെ ആൻസർ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2/3. അപ്പോൾ ഇതിങ്ങനെ ഫാക്ടേഴ്സായിട്ട് എഴുതുന്നതാണ് ഏറ്റവും ഭംഗിയായിട്ടുണ്ടാവുക. അതുകൊണ്ട് മിക്കവാറും ആദ്യമേ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാതെ എഴുതാൻ ശ്രദ്ധിക്കുക. ഇതിൽ ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. കോമൺ ഫാക്ടർ പുറത്തിട്ടിട്ട് നമുക്കതിനെ ഫാക്ടറൈസ് ചെയ്ത ഫോമിൽ തന്നെ ആൻസറിലേക്ക് വരുന്നതാണ് എളുപ്പം. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സം ടു n ടേംസ് ഓഫ് ദി സീരീസ് 3 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 7 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം nth ടേം കണ്ടുപിടിക്കണം. അപ്പോൾ nth ടേം നമുക്ക് an എഴുതാം. an കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, anൽ 1 നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യത്തെ ടേം, 2 എന്ന് കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ടേം, അങ്ങനെ കൃത്യമായിട്ട് ടേംസ് കിട്ടുന്നുണ്ടെങ്കിലേ നമുക്ക് an കറക്റ്റാണെന്ന് പറയാൻ പറ്റുള്ളൂ. an ഈക്വൽ ടു, ഇതിൽ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഒരു പ്രൊഡക്റ്റിൽ ആദ്യത്തെ ടേം നോക്കുക 3 ആണ്. 5 7 അതൊരു AP ആണ് അല്ലേ. 3 5 7 എക്സെട്ര. അപ്പോൾ APയുടെ nth ടേം നമുക്ക് നോക്കാം. APയുടെ ഫസ്റ്റ് ടേം 3 ആണ്. ഫസ്റ്റ് ടേം 3യും nth ടേം ആകുമ്പോൾ 3 പ്ലസ് n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് 2. അപ്പോൾ അവിടെ കിട്ടുന്നത് 2n പ്ലസ് 1 ആണ്. 2n പ്ലസ് 1 സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടും 2n പ്ലസ് 1. പിന്നെ അതിൻ്റെ കൂടെ വരുന്ന നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ ടേമിൽ 1 സ്ക്വയർ, രണ്ടാമത്തേൽ 2 സ്ക്വയർ 3 സ്ക്വയർ. അപ്പോൾ അവിടെ nth ടേമിൽ വരുന്നത് n സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് nth ടേം കറക്റ്റായിട്ട് കിട്ടി. അത് ഈ പറഞ്ഞ പോലെ ഓരോ ടേമിൻ്റെയും പാറ്റേൺ നോക്കിയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഇപ്പോൾ ആദ്യത്തെ നമ്പർ 3 5 7 അതൊരു AP ആയതുകൊണ്ട് അതിൻ്റെ nth ടേം കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ 2n പ്ലസ് 1 എഴുതിയത്. രണ്ടാമത്തെ ടേമിൽ 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ ആകുമ്പോൾ നമുക്കറിയാം nth ടേമിൽ n സ്ക്വയർ ആയിരിക്കും. ഇനി ഇതിനെ സിഗ്മ കൊടുക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ സമ്മ് കണ്ടുപിടിക്കുമ്പോൾ SN ഈക്വൽ ടു സിഗ്മ AN ആണ്. AK അല്ലേ, AN അല്ല AK എന്ന് എടുക്കാം. K ഈക്വൽ ടു 1 to n. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ K ഈക്വൽ ടു 1 to n. AKക്ക് പകരം 2K പ്ലസ് 1 ഇൻറ്റു K സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ 2K സ്ക്വയർ പ്ലസ് K സ്ക്വയർ നടക്കും. 2K ക്യൂബ്ഡ് പ്ലസ് 2K ക്യൂബ്ഡ് പ്ലസ് K സ്ക്വയർ എടുക്കാം. ഇനി ഇതിന് സിഗ്മ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യൽ സീരീസിൻ്റെ സമ്മ് ഉപയോഗിക്കണം. അപ്പോൾ അടുത്തൊരു പേജ് എടുക്കാം. നമുക്ക് സിഗ്മ K ക്യൂബാണ് ആദ്യത്തേത്. 2K ക്യൂബ് 2K ക്യൂബാണ്. അടുത്തത് സിഗ്മ K സ്ക്വയറാണ്. അവിടെ K ഈക്വൽ ടു 1 to n. ഇവിടെയും K ഈക്വൽ ടു 1 to n. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിഗ്മയിൽ നമുക്കൊരു കോൺസ്റ്റൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ കോൺസ്റ്റൻറ്റിന് സിഗ്മക്ക് പുറത്തിടാം. അപ്പോൾ 2 ഇൻറ്റു സിഗ്മ K ക്യൂബ് K ഈക്വൽ ടു 1 to n പ്ലസ് സിഗ്മ K സ്ക്വയർ K ഈക്വൽ ടു 1 to n. ഈ ഫോർമുല കൊടുക്കാം. 2 ഇൻറ്റു സിഗ്മ K ക്യൂബ് നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. n ഇൻറ്റു n പ്ലസ് 1/2 ഓൾ സ്ക്വയർ. ഈ ഫോർമുല നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി പഠിച്ചു വെക്കണം. അത് അപ്ലൈ ചെയ്യാൻ അറിയണം. പ്ലസ് K സ്ക്വയറിൽ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ആണ്. ഇനി ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രാക്കറ്റ് പെട്ടെന്ന് റിമൂവ് ചെയ്യേണ്ട. അതിൽ നിന്ന് കോമൺ ഫാക്ടർ പുറത്തെടുത്ത് ആ ഫാക്ടറൈസ്ഡ് ഫോമിലാണ് നമ്മൾ ആൻസർ എഴുതുന്നത്. കുറച്ചുകൂടി എളുപ്പമുണ്ടാവുക. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഈ സ്ക്വയറിനെ ഒന്ന് മാറ്റിയിട്ട് കോമൺ ഫാക്ടർ പുറത്തേക്ക് എടുക്കാൻ നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 ഓൾ സ്ക്വയർ ബൈ 2 ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ n സ്ക്വയർ n പ്ലസ് 1 ഓൾ സ്ക്വയർ ബൈ 4 പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 വരും. ഇവിടെ 2 നമുക്ക് കട്ട് ചെയ്യാം. കോമൺ ഫാക്ടർ n ഉം
എൻ പ്ലസ് വണ്ണും ബൈ ടു പുറത്തിട്ടാൽ നമുക്ക് കിട്ടുന്നത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ പ്ലസ് 2n പ്ലസ് വൺ ബൈ 6ൽ നിന്ന് 2 പോയി കഴിയുമ്പോൾ 3 ബാക്കിയുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ 2 ഇൻറ്റു 3 ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ 3n ഇൻറ്റു എൻ പ്ലസ് വൺ പ്ലസ് 2n പ്ലസ് വൺ ഓൾ ഡിവൈഡഡ് ബൈ 3. കോമൺ ഡിനോമിനേറ്ററായിട്ട് നമുക്ക് 3 എടുക്കാം. ഇനി ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ 2 ഇൻറ്റു ബ്രാക്കറ്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ 3n സ്ക്വയർ പ്ലസ് 3n പ്ലസ് 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു 3n സ്ക്വയർ പ്ലസ് 5n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 6 വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി സം ടു n ടേംസ് ഓഫ് ദി സീരീസ് 3 ഇൻറ്റു 8 പ്ലസ് 6 ഇൻറ്റു 11 പ്ലസ് 9 ഇൻറ്റു 14 പ്ലസ് എക്സെട്ര. ഇവിടെ നമുക്ക് nth ടേം ആദ്യം കണ്ടുപിടിക്കാം. an ഈക്വൽ ടു ഫസ്റ്റ് പ്രൊഡക്റ്റിൽ ആദ്യത്തെ നമ്പേഴ്സ് നോക്കുക. 3 6 9, അതായത് 1 ഇൻറ്റു 3 2 ഇൻറ്റു 3 3 ഇൻറ്റു 3. അപ്പോൾ nth ടേമിൽ 3 ഇൻറ്റു n. അവിടെ നമുക്ക് ആദ്യത്തെ പ്രൊഡക്റ്റിൽ ആദ്യത്തെ നമ്പർ 3n എടുക്കാം. അടുത്ത നമ്പർ കിട്ടാൻ 8 11 14 അല്ല, ഇങ്ങനെയാണ് സീരീസ് പോകുന്നത്. 8 11 14. അപ്പോൾ അവിടെ ഒരു AP ആണ്. അപ്പോൾ 8 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എത്രയാണ്? 3 ആണ്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് 3n പ്ലസ് 5 എന്ന് കിട്ടും. അപ്പോൾ nth ടേം നമുക്ക് 3n പ്ലസ് 5 എന്ന് കൊടുക്കാം. ഇത് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ 9n സ്ക്വയർ പ്ലസ് 15n എന്ന് കിട്ടും. അപ്പോൾ an നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 9n സ്ക്വയർ പ്ലസ് 15n. ദെർഫോർ Sn ഈക്വൽ ടു സിഗ്മ AK k ഈക്വൽ ടു 1 to n. അതിൽ നമുക്ക് AKക്ക് പകരം സിഗ്മ AKക്ക് പകരം 9n സ്ക്വയർ പ്ലസ് 15n എന്ന് കൊടുക്കാം. 9n സ്ക്വയർ പ്ലസ് 15n. അപ്പോൾ 9k സ്ക്വയർ ലെറ്റർ നമുക്ക് മാറ്റി കൊടുക്കണം. k സ്ക്വയർ ആണ്. 9k സ്ക്വയർ പ്ലസ് 15k എന്ന് കൊടുക്കാം. k ഈക്വൽ ടു 1 to n. ദഫോ ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇതിന് സിഗ്മ സെപ്പറേറ്റ് കൊടുക്കുമ്പോൾ 9 ഇൻറ്റു സിഗ്മ k സ്ക്വയർ k ഈക്വൽ ടു 1 to n പ്ലസ് 15 ഇൻറ്റു സിഗ്മ k ഈക്വൽ ടു 1 to n. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു k സ്ക്വയറിൻ്റെ ഫോർമുല n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 15 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. ഇതൊരു കോമൺ ഫാക്ടർ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു n പ്ലസ് 1 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 15 n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. ഇവിടെ 3 കൊണ്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 2 ഇവിടെ വരും, ഇത് കട്ട് ചെയ്യുമ്പോൾ 3 വരും. ഇറ്റ്സ് ഈക്വൽ ടു, ഇനി കോമൺ ഫാക്ടർ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 പുറത്തേക്ക് എടുത്താൽ 3 ഇൻറ്റു 2n പ്ലസ് 1 പ്ലസ് 3 പുറത്തിടുമ്പം അവിടെ നമുക്ക് 15n നിന്ന് നമ്മൾ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 പുറത്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ 15 കംപ്ലീറ്റ് ആയിട്ടും വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ഇൻറ്റു 6n പ്ലസ് 3 പ്ലസ് 15 വരും. ദാറ്റ്സ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ബ്രാക്കറ്റിൽ 6n പ്ലസ് 15 പ്ലസ് 3 18 വരും.
ഇറ്റ് ഈസ് ഈക്വൽ ടു ആ 6n + 18 നമുക്ക് 2 പുറത്തേക്ക് ഇടാം. n ഇൻറ്റു n + 1/2 2 അല്ല 6 എടുക്കാം. 6 ഇൻറ്റു n + 3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 നമുക്ക് 6ൽ കട്ട് ചെയ്യാം. 3 ടൈംസ് 3n ഇൻറ്റു n + 1 ഇൻറ്റു n + 3. ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പം ഇങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വെക്കാം. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി സം ടു n ടേംസ് ഓഫ് ദി സീരീസ് 1/1 1 × 2 1/2 × 3 1/3 × 4. അപ്പോൾ ഇതിൻ്റെ nth ടേം നമ്മൾ എഴുതുമ്പോൾ an ഈക്വൽ ടു 1/n ഇൻറ്റു n + 1 വരും. നമ്മൾ പഠിച്ചിട്ടുള്ള സ്പെഷ്യൽ സീരീസിൽ വരാത്ത ഒരു സമ്മായിട്ടാണ് ഇതുള്ളത്. കാരണം ഇത് ഡിനോമിനേറ്ററിലാണ് ഈ n ഉള്ളത്. ഡിനോമിനേറ്ററിലുള്ളത് കൊണ്ട് തന്നെ നമ്മളിതിൻ്റെ സമ്മ് പഠിക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. an ഈക്വൽ ടു 1/n ഇൻറ്റു n + 1. ഇനി ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഈ 1നെ ഞാൻ n + 1ൽ നിന്ന് n മൈനസ് ചെയ്താൽ 1 കിട്ടും അല്ലേ. അപ്പോൾ അത് ഞാൻ 1ന് പകരം n + 1 മൈനസ് n എഴുതുന്നു, ഡിവൈഡഡ് ബൈ n ഇൻറ്റു n + 1. 1ന് പകരം n + 1 മൈനസ് n. ഇനി n + 1 ഡിവൈഡഡ് ബൈ ഓരോന്നിനെയും നമ്മൾ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് n + 1/n ഇൻറ്റു n + 1 മൈനസ് n/n ഇൻറ്റു n + 1. അപ്പോൾ n + 1 n + 1 get cancelled, n and n get cancelled. The sum can be written, the nth term can be written as 1/n minus 1/n + 1. അപ്പോൾ ഇങ്ങനെ ഈ an എഴുതുന്നതുകൊണ്ടുള്ള മെച്ചം നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവുന്നുണ്ട്. 1/n മൈനസ് 1/n + 1 എന്നാണ് ഞാൻ ഈ nth ടേമിനെ മാറ്റി എഴുതിയിട്ടുള്ളത്. നമുക്ക് നോക്കാം അതിനകത്ത് സം എടുക്കുമ്പോൾ എന്താ വ്യത്യാസം വരുന്നത് നോക്കാം. സം Sn ഈക്വൽ ടു സിഗ്മ AK k ഈക്വൽ ടു 1 to n. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ AKക്ക് പകരം നമ്മൾ എഴുതുന്നത് 1/k മൈനസ് 1/k + 1. 1/k മൈനസ് 1/k + 1 എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഇതിൽ k ഈക്വൽ ടു 1 to n. അപ്പോൾ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ഫോർമുലയൊന്നും പഠിക്കുന്നില്ല. നമുക്ക് സെപ്പറേറ്റ് ഒന്ന് കൊടുത്തു നോക്കാം. അതായത് ഇറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ 1/k k ഈക്വൽ ടു 1 to n മൈനസ് സിഗ്മ 1/k + 1 k ഈക്വൽ ടു 1 to n. ആ സമ്മ നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/kക്ക് kയിൽ kക്ക് 1 കൊടുക്കുമ്പോൾ 1/1 പ്ലസ് 1/2 പ്ലസ് 1/3 പ്ലസ് 1/4 ഇങ്ങനെ പ്ലസ് 1/n വരെയാണ് ആ സമ്മ വരുന്നത്. പിന്നെ മൈനസ് k + 1ന് kക്ക് 1 കൊടുക്കുമ്പോൾ 1/2 പ്ലസ് 1/3 പ്ലസ് 1/4 പ്ലസ് എക്സെട്രാ പ്ലസ് 1/n + 1 വരും. n + 1 അല്ല, k പ്ലസ് n കൊടുക്കുമ്പോൾ n + 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നോക്കാം, ഇത് ഈ ഒരു സമ്മിൽ നിന്ന് നമ്മൾ ഈ സമ്മ് മൈനസ് ചെയ്യുമ്പോൾ 1/2 മൈനസ് 1/2 ക്യാൻസലായി പോവും. 1/3 മൈനസ് 1/3 ക്യാൻസൽ ആവും. അപ്പോൾ 1/2 ക്യാൻസൽ ആവും. 1/3 ഗെറ്റ് ക്യാൻസൽ. 1/4 ഈ 1/n + 1ന് തൊട്ട് മുന്നേ വരുന്നത് 1/n ആയിരിക്കും. അപ്പോൾ അതും ക്യാൻസൽ. 1/n ക്യാൻസൽ ആവും. ഇതിനിടയിൽ വരുന്ന ടേംസ് ഉണ്ടാവും, ബാക്കിയൊക്കെ ക്യാൻസൽ ആയിട്ടുണ്ടാവും. അപ്പോൾ ആകെ വരുന്നത് ബാക്കിയുള്ളത് 1 മേലെയുള്ളൊരു, പിന്നെ മൈനസ് 1/n + 1 വരും. ദാറ്റ്സ് ഈക്വൽ ടു, സിംപ്ലിഫൈ ചെയ്താൽ n + 1 കോമൺ ഡിനോമിനേറ്റർ എടുക്കുമ്പോൾ n + 1 മൈനസ് 1. 1 and 1 ഗെറ്റ് ക്യാൻസൽ. സം വിൽ ബി n/n + 1. ഇങ്ങനെ പറ്റണം. അപ്പോൾ നന്നായിട്ട് എഴുതി പഠിക്കണം, തെറ്റിപ്പോകാതെ എഴുതി പഠിക്കണം. ഇതിനിടയിൽ ഡോട്ട് ഇട്ടിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. ഇതിനിടയിൽ ഡോട്ട് ഉണ്ട്. ഞാനിവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മുകളിലേക്കാണ് ഡോട്ട് ഇട്ടിട്ടുള്ളത്. ഇടയിൽ ഡോട്ട് എക്സെട്രാ എന്നുണ്ട്. പിന്നെയാണ് 1/n ഉം 1/n + 1 വരുന്നത്.
അപ്പോൾ ഇത് നന്നായി, ഇത് പ്രത്യേക ഒരു ചോദ്യമാണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇത് ശ്രദ്ധിക്കുക. നമ്മളെ സ്പെഷ്യൽ സീരീസിൻ്റെ ഫോർമുല ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫൈൻഡ് ദി സം ടു n ടേംസ് ഓഫ് ദി സീരീസ് ഹൂസ് nth ടേം ഈസ് n² + 2n. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് നമുക്ക് nth ടേം തന്നിട്ടുണ്ട്, നമ്മൾ nth ടേം കാണണ്ട, സമ്മ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് സമ്മ് എഴുതുമ്പോൾ an ആണ് ഇവിടെ തന്നിട്ടുള്ളത്. an = n² + 2n. അപ്പോൾ സമ്മ് എടുക്കുമ്പോൾ Sn = സിഗ്മ an, സിഗ്മ ak എന്ന് എഴുതാം, ak, k = 1 to n. It is equal to sigma k² plus 2k. k = 1 to n. നമുക്ക് സെപ്പറേറ്റ് ആക്കുമ്പോൾ സിഗ്മ k² പ്ലസ് സിഗ്മ 2k. ഇവിടെ k = 1 to n കൊടുക്കാം, k = 1 to n. അതിലാദ്യത്തത് നമുക്ക് സ്പെഷ്യൽ സീരീസിൻ്റെ സം ഉപയോഗിക്കാം, സിഗ്മ k² ആണ്. പിന്നെ രണ്ടാമത്തത് ഏത് സീരീസാണ് ശ്രദ്ധിക്കുക, 2k. 2k എന്ന് പറഞ്ഞാൽ 2⁻1 + 2⁻2 + 2⁻3 അങ്ങനെ വരുന്ന സമ്മാണ്. അതൊരു GPയിലെ സമ്മാണ്. അപ്പോൾ GPയുടെ സമ്മിൻ്റെ ഫോർമുലയാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് രണ്ടാമത്തെ സമ്മിൽ GPയുടെ ടേംസാണ് നമുക്ക് കിട്ടുക. അപ്പോൾ GPയുടെ സമ്മ് കൊടുക്കണം. ഇത് സ്പെഷ്യൽ സീരീസിൽ കിട്ടുന്ന ഫോർമുലയാണ്. അപ്പോൾ k = 1 to n. ഇവിടെ k = 1 to n കൊടുക്കും. k² ഫോർമുല n × n + 1 × 2n + 1 / 6 പ്ലസ് ഇത് ഞാൻ പറഞ്ഞു 2k എന്ന് പറയുമ്പോൾ കേക്ക് 1 കൊടുക്കുമ്പോൾ 2 കിട്ടും, കേക്ക് 2 കൊടുക്കുമ്പോൾ 2² എന്ന് കിട്ടും. പിന്നെ 2³ പ്ലസ് എക്സെട്ര 2n വരെയാണ് കിട്ടുക. അപ്പോൾ ഈ ടേംസിൻ്റെ പ്രത്യേകത ഇതൊരു GPയിലാണ്. അപ്പോൾ GPയുടെ n ടേംസിലേക്ക് നമുക്ക് ഫോർമുല എഴുതാം. സം ഓഫ് n ടേംസ് ഓഫ് എ GP whose first term is 2 and common difference is also 2. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം ഫോർമുല? സം ഓഫ് n ടേംസ് ഓഫ് എ GP Sn is equal to a into, ഫോർമുല ഇതാണ്, a into r⁻n - 1 by r-1. ഈ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ a എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 into 2⁻n - 1 by 2 - 1 that is equal to 1. അത് എഴുതണമെന്നില്ല, അപ്പോൾ ഡിനോമിനേറ്റർ എഴുതണമെന്നില്ല, ഇവിടെ നമുക്ക് ഇത്ര വരെ മതി. 2⁻2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഈ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഫോർമുല. ഇതിനെ സിംപ്ലിഫൈ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇതിനകത്ത് കോമൺ ഫാക്ടർ ഒന്നും വരുന്നില്ല. ഇതിനും കോമൺ ആയിട്ട് വേറെ ടേംസ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മളിത് ഈ ആൻസറിനെ നമ്മൾ ഇതുപോലെ തന്നെ വെക്കുന്നു. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ nth ടേം തന്നിരുന്നാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരിട്ട് സിഗ്മ കൊടുത്താൽ മതി. ഇതിനെ nth ടേം കാണേണ്ട കാര്യമില്ല. സീരീസാണ് തന്നെങ്കിൽ അതിൻ്റെ nth ടേം കണ്ടിട്ട് അതിൻ്റെ സമ്മിലേക്ക് നമ്മൾ വരണം. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതോടുകൂടി ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു, നമ്മളെ ടോപ്പിക്കുകൾ കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് എഴുതി പഠിക്കണം. ഒരുപാട് ചോദ്യങ്ങൾ എക്സസൈസ് തന്നെയുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം ക്ലാസ് ചെയ്യാത്ത കുറേ ചോദ്യങ്ങളും കൂടിയുണ്ട്. അത് നിങ്ങൾ ചെയ്ത് നോക്കി സംശയമുള്ളത് ചോദിക്കാം.